കപ്പയും ഞണ്ട് കറിയും എങ്ങാണ്ട് നോക്കിക്കോ. നടു അതിൻ്റെ മാംസതറ ഭാഗം. ഞങ്ങളുടെ സിമി കാഞ്ഞിരോട്ട് കായലിൽ പോയി ഞണ്ടിനെ പിടിച്ചോണ്ട് വന്നു കേട്ടോ. കാഞ്ഞിരോട്ട് കായലിലെ ഞണ്ടാ കേട്ടോ. രാവിലെ പോയതാ ഞണ്ടിനെ പിടിക്കാൻ. ജീവനുള്ള ഞണ്ട്. ഇവിടെ ഞണ്ടിനെ കണ്ടതാ. അയ്യോ ആടിപ്പോയി. ചാവുന്ന എങ്ങനെയാന്നോ? കൊല്ലുന്ന എന്തിനാ? വളർത്താൻ പോയില്ലേ അന്നമ്മച്ചി? ഇതാണ് ഒന്നാന്തരം ജീവനുള്ള ഞണ്ട്. കണ്ടോ മാംസമുണ്ട്. ഈ ഞണ്ട് ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ അറിയാം. ഇതാണ് ഇത് പെണ്ണാ. ഇത് പെണ്ണാ. കണ്ടോ അതിൻ്റെ ഈ പള്ളഭാഗം കണ്ടോ? ഇതാണ് എൻ്റെ അമ്മച്ചി. നമുക്ക് ഇവനെ ഇനി എന്താ വേണമെന്നറിയാമോ? ഇനി ഇറുക്കണമെന്ന് എങ്ങാണ്ട് ഇവനെ ഇനി നമ്മൾ ഇത് ഓരോ പീസാക്കി എടുത്ത് ക്ലീൻ ചെയ്ത് നമ്മൾ ഇന്ന് ഞണ്ട് കറിയാണോ ഞണ്ട് റോസ്റ്റാണോ ഒന്ന് എന്താണോ നമ്മൾ വെച്ച് വരുന്നത് അതാണ്. ഇതാണ് ഞണ്ടിന്റെ എന്തോ ഇറുകാലെന്ന് പറയും. നമ്മളിവിടെ ഇറുകാലെന്ന് പറയും. ഇറുക്കുന്നത് കണ്ടാണ്ടോ? ഇതിനകത്ത് കണ്ടോ ഓടി നടക്കുക ആള്. ജീവനുള്ള ഞണ്ട്. കൊച്ചു കാലുകളൊക്കെ നമുക്ക് ഇങ്ങനെ ആഹാ കണ്ട. വേറെ പാത്രം ഉണ്ടോ? ഇതിൽ തന്നെ ഇടാ. വേറെ പാത്രം ഇട്. ഇതിട്ടാ മതിയോ? ഇങ്ങനെയൊക്കെ ആണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഇവരെ അങ്ങ് ഞാൻ പെരുമാറുക. ഭയങ്കര പണിയാന്ന്. ഇതിന്റെ ഓരോ കൈക്കും കാലും നല്ല ഇവിടെ അടിയാൻ തരും പറഞ്ഞേക്കാം കേട്ടോ. അത് വലിയ ഞാൻ അതാ എന്തോ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്ത് മൃഗീയമായ വിനോദം. പുതിയ ആചാരങ്ങളാ കേട്ടോ. ജീവനുള്ള ഞണ്ട് പോകുന്നുണ്ടോ? ജീവനുള്ള ഞണ്ട്. ഇനിയാണ് ടാസ്ക്. ദാറ്റ് ഈസ് ടാസ്ക്. ഇവനെ ഈ പ്ലെയർ ഉണ്ടോ അവിടെ? ഇതല്ല പ്ലെയർ ഉണ്ട്. ഇത് കണ്ടോ ഞണ്ട് തുപ്പുന്ന കണ്ടോ? നീ അത് ഇത് കണ്ടിട്ടില്ല. കൈയൊക്കെ കടിക്കണ്ടെങ്കിൽ അമ്മ ഇത് ചൂടുവെള്ളം വല്ല ഒഴിച്ചു അതിന്റെ കാല് കണ്ടിട്ടിടാ മോനെ. മമ്മി കാലെന്ന് പറയുന്നു. ഞാനിത് വിറച്ച് ഇവിടെ നിൽക്കുക. അത് ഇവിടെ വെച്ച് ഞെറക്കിയിടേ. ഇവിടെ കൊണ്ടല്ലേ ഞെറക്കിയിട്ടാൻ പറ്റി വള്ളിയും കണ്ടില്ലേ? ആ കുത്താരിക്കാൻ അവരെ കല്ല് വള്ളിയിട്ട് കെട്ടിയിട്ട് ഇതെങ്ങനാ കണ്ട ഇങ്ങനെ നമ്മൾ ഈ ഞറക്കുന്ന കാലം കണ്ടിച്ചടഞ്ഞാൽ പിന്നെ ഇത് ഫ്രീ ആയി. കണ്ട ഇപ്പം എല്ലാം ഓക്കെ. അതിനെ സ്വതന്ത്രനാക്കി നമ്മളിനി ഇത് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് ചണമല്ല ടോയിനം കണ്ടിട്ട് കിട്ടിയേക്ക്. എൻ്റെ വായെല്ലാം പോവും കത്രികയുടെ മിക്കവാറും. അവള് കാഞ്ഞോട്ട് മുങ്ങി പിടിച്ച ഇവിടെ ഞണ്ട് പിടിക്കുക. ഇവിടെ എന്നെ പിടിച്ച് ചെയ്ത പോലെയോ? എന്നെ വലയിലാക്കിയത് ഇങ്ങനെയല്ലേ? ആണ്ടാ കയറി പിടിക്കുന്നുണ്ടോ? ആടിയാൻ തരും പൂല്ലേ. കളിക്കരുത് കേട്ടോ. ഓ ഇതെന്തൊരു കുത്തുന്നേ. നിന്നെ മാന്താൻ വേണ്ടി അതിനകത്ത് വല്ലതും ഉണ്ടോ? അങ്ങനല്ല, അത് സിമ്പിളാ. അത് ഇത്രയൊന്നും പാടില്ല. ആണ്ടാണോ ഇറങ്ങുന്നില്ല. അതാ ഞാൻ ഇറുക്കി അടച്ചു വെച്ചിരിക്കുന്നു. തുറക്കടാവാ. അത് മറ്റേത് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ജീവനുള്ളതുകൊണ്ടോ? അവിടെ പിടിച്ചേ. വേണ്ട വെള്ളത്തിലൊന്നും നോക്കണ്ട. അങ്ങനാടാ.
മുമ്പ് കണ്ടു വന്നു. ഇതിനെ എപ്പോഴും തിരിച്ചിടണം. സൈഡ് കാലി ആരു സഹായിക്കും. പിന്നെടാ തിരിച്ചിടാൻ എന്തൊരു മറ്റേ അയാൾ തന്നെ എന്തോന്ന് ചേച്ചി ആദ്യം ഒരു പരീക്ഷണം നോക്ക് ഇങ്ങനെ കിടക്കുന്ന അത്രന്നാ. അതാണാ നിന്നെ അല്ല. അയ്യോ എൻ്റെ കയ്യെ കയറി പിടിക്കുന്നു. എൻ്റെ ഇത് സിമ്പിളാ കേട്ടോ. മറന്നു പോയടാ. അയ്യോ ക്ഷീണം. കൈ കഴിക്കുന്നത്. അയ്യോ അതാണ് എൻ്റെ ദേഹത്ത് കൂട്ട്. അത്രേ ഉള്ളു. അതെ അത് നെയ്യാ. അത് താണ്ടേ ഞണ്ട് കറി വെക്കാൻ പാത് ഇവിടെന്ത് ഈ കൊച്ചു പാത്രത്തിലോ. ഇതിനകത്ത് വഴറ്റിയാല് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകും കൊണ്ടിട്ട് വഴറ്റിയെടുത്ത് നമുക്ക് വേറെ പാത്രത്തില് പരുവാക്കി തന്നിട്ടുണ്ട്. എൻ്റെ കൈ എല്ലാം മുറിഞ്ഞ് കഷ്ടപ്പാടാ. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്ക്. ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, തക്കാളിയും, സവാള, ചെറിയ ഉള്ളി എല്ലാം കൂടിയിട്ട് വഴറ്റി. എന്നാ ചോദിക്കുന്ന എന്തോ വിശേഷമൊന്നും എന്തോ ഒരു ഈ നൊയമ്പ് സമയത്ത് നമ്മൾ ഞണ്ടൊക്കെ മേടിച്ച് കറി വെക്കുന്നതെന്ന് ചോദിക്കും. ഇന്ന് നമ്മുടെ കാനഡയിൽ നിന്ന് വന്ന ആഷ്നക്കുട്ടി ഇന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ്. 3-3.5 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഞണ്ട് റോസ്റ്റ് കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ ഞണ്ട് ഇതുവരെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ എന്നാൽ ഇന്ന് ഞണ്ടും ഉണ്ടാക്കി തരാം. ചീനി വേവിച്ച് ഞണ്ടും തലക്കറിയുണ്ട്, അങ്ങനെ കുറേ കറികളും ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. ഇനി 3 വർഷം, ഇനി അടുത്ത വെക്കേഷന് മാത്രമേ വന്ന് കഴിക്കാൻ പറ്റൂ. നമുക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും കഴിച്ചുകൂടി. അതുകൊണ്ടാണ് നൊയമ്പായിട്ട് പോലും ഇപ്പം ഞണ്ട് വെക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ നോൺ വെജ് വെക്കത്തില്ല, വെജ് മാത്രമേ ഞങ്ങളുടെ വീടുകളിൽ സാധാരണയായി കാണും നൊയമ്പ് സമയത്ത്, പ്രത്യേകിച്ച് ഈ ആഴ്ചകളിൽ. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ ഇട്ട് പച്ചമണം മാറുന്നതിൻ്റെ ഇടം വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇറച്ചിക്കറി വെക്കുന്നതിൻ്റെ കണക്ക് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചി വെളുത്തുള്ളി മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നല്ലതായിട്ട് പച്ചമുളക് തക്കാളി നന്നായിട്ട് വഴറ്റി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇത്രയും നന്നായിട്ടിട്ട് വഴറ്റി എടുത്തതിനകത്തോട്ട് നമ്മൾ ഞണ്ടിടുക. പിടയ്ക്കുന്ന ഞണ്ടായിരുന്നു, നല്ല പച്ച ഞണ്ട് നല്ല കഴുകി നല്ല ക്ലീനാക്കി വാ നന്നായിട്ട് വഴറ്റിയതിനകത്തോട്ട് നമ്മൾ ഞണ്ടിട്ട് ഈ ഞണ്ടെന്ന് പറയുന്നത് ഈ മധുരമാണ്. ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ സവാളയും ചെറിയ ഉള്ളി കുറച്ചെടുത്താൽ മതി, മധുരമായതുകൊണ്ട്. ഞണ്ടും മധുരമാണ്, കൊഞ്ച ഞണ്ടൊക്കെ മധുരമാണ്. ഈ എരിയെല്ലാം ഈ ഞണ്ടിനകത്ത് പിടിക്കണം. ഇനി നമുക്കിതിങ്ങനെ തത്തിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സ്വല്പം വെള്ളം, ഞണ്ടിനകത്തുനിന്നും വെള്ളം ഇറങ്ങും. ഇനി അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അതവിടെ ഇരുന്ന് ഭദ്രമായിട്ട് വെന്ത് കിട്ടട്ടെ. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ക്രാബിനകത്തോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി പാകമായോ നോക്കട്ടെ. എടുത്തോ തന്നെ അടിക്കട്ടെ. അയ്യല്ലോ ഒന്ന് ഇളക്കട്ടെ.
ഈ മണമൊക്കെ വരുന്നില്ലേ? നല്ല മണമൊക്കെ വരുന്നുണ്ട്. കപ്പയും ഞണ്ട് കറിയും ഏതാണ്ട് നോക്കിക്കോ. എല്ലാവർക്കും ഓരോ കൈയിട്ട് ഓരോ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാനിതിൽ വെറുതെ വിളമ്പി തന്നില്ല. ശോ, അയ്യോ. വാ മമ്മി മാമി. ഞണ്ട് ഇത് നല്ല വിലയുള്ളൊരു സാധനമാണ് കേട്ടോ. നല്ല വിലയാണ് ഞണ്ടിൻ്റെ കാലിനൊക്കെ. അമേരിക്ക വലിയ വലിയ ഞണ്ടിൻ്റെ ഈ കൈയൊക്കെ അമേരിക്കയ്ക്കാണ് പോകാറുള്ളത്. പിന്നെ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നല്ല ഈ കൊച്ചു കണ്ടല്ലേ. വലുതൊക്കെ അങ്ങോട്ട് പോകും, എല്ലാം കയറ്റി വിടുകയില്ലയോ. നമുക്ക് ഈ ചട്ടിൻ ചെറുവട്ടെ കൊച്ചു തോക്കിലേക്ക് നമുക്ക് കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഞാൻ അടിപൊളി ഉണ്ടാവും. ഞണ്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. എൻ്റെ കൈയെല്ലാം പോയതാണ്. എന്നെ തിന്നില്ലെങ്കിലേ കൊന്നാ പാവം തിന്നാ തീരുമെന്നാ. പക്ഷേ 2 കൈ കൊണ്ട് ഞണ്ട് വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണോ? കൈ മാത്രമോ കാല് വരെ ഉപയോഗിക്കും. നല്ല ടേസ്റ്റ്, സൂപ്പർ. നവരസങ്ങൾ ഇങ്ങനെ പൊട്ടി ആറാമത്തെ ഭയങ്കരം കട്ടി. കേവലം ആവുന്ന കടിച്ചു നോക്കിയതാ. കേവലം ഹാൻഡ് ഓവർ ചെയ്ത് ആൻറ്റിക്ക്